നമസ്കാരം. ജൂൺ 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും. തെരഞ്ഞെടുപ്പ് ഫലം ഇടതു വലതു BJP മുന്നണികൾക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാത്രം നേടിയ LDFന് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി വിജയിക്കാനായി. അത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ നേട്ടമായി. എന്നാൽ ഇത്തവണ വീണ്ടും തിരിച്ചടി നേരിട്ടാൽ സർക്കാരിനെതിരായ വികാരമായി അത് വിലയിരുത്തപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിലയിരുത്തലാണെന്ന് മിക്ക CPM നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സമ്മതിക്കത്തില്ല. അറിയാം തിരിച്ചടി ഉണ്ടാകുമെന്ന്. കുറഞ്ഞത് 5 സീറ്റെങ്കിലും നേടാനായില്ലെങ്കിൽ ഭരണ നേതൃത്വത്തിനെതിരെ മുറമുറുപ്പുയരുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തെ പോലും ഇത് ബാധിക്കും. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നു. ഇനിയും ഫലം അതിലും മോശമായാൽ കടുത്ത തിരുത്തൽ നടപടികൾ വേണ്ടിവരും. ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്യം മുഖ്യമന്ത്രിയുടെ ചുമലിൽ തന്നെ ആകും. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഭരണ നേതൃത്വത്തെ വീണ്ടും സംരക്ഷിക്കാനാവില്ല. അങ്ങനെ വന്നാൽ സർക്കാരിനെ ഉടച്ചു വാർക്കുക മാത്രമാണ് പോംവഴി. കോൺഗ്രസിലും സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ തവണ നേടിയ 19 നിലനിർത്താൻ കഴിയുമെന്ന് ഇത്തവണ ആരും കരുതുന്നില്ല. സിറ്റിംഗ് MPമാർക്കെതിരെ ജനവികാരം ഉണ്ടായിരുന്നെങ്കിലും അവർ മാറാൻ കൂട്ടാക്കിയിരുന്നില്ല. വീണ്ടും കണ്ണൂരിൽ മത്സരിച്ച K സുധാകരനും പത്തനംതിട്ടയിൽ മത്സരിച്ച ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ മത്സരിച്ച കൊടിക്കുന്നിൽ സുരേഷും ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇത്തവണ 15 സീറ്റെങ്കിലും നേടാനായില്ലെങ്കിൽ പാർട്ടിയിൽ അത് കലാപമാകും. വിജയം 15 സീറ്റിൽ കുറഞ്ഞാൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരും. K സുധാകരൻ KPCC അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഫലം എന്തു തന്നെ ആയാലും സുധാകരനെ ആഗസ്റ്റ് മുതൽ ഒഴിവാക്കണമെന്ന് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ കോൺഗ്രസിനും UDFനും കനത്ത തിരിച്ചടി നേരിട്ടാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലനിൽപ്പിനെയും അത് ബാധിക്കും. സതീശനെ മാറ്റണമെന്ന ആവശ്യം മറ്റുള്ളവർ ഉന്നയിക്കും. തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ ഉത്തരവാദിത്തം മുൻകൂർ ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് സ്വയം ഒഴിയാനും തയ്യാറായേക്കും. എല്ലാ തവണയും തിരിച്ചടി നേരിടുന്ന BJPയും ഫലത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരിടത്തെങ്കിലും ഇത്തവണ വിജയിക്കാനായില്ലെങ്കിൽ K സുരേന്ദ്രന് അതൊരു വെല്ലുവിളിയാകും. എന്നാൽ വിജയത്തേക്കാൾ അധികം സംസ്ഥാനത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലാണ് BJP ലക്ഷ്യം വെച്ചിരുന്നത്.